ഹലോ ഗൈസ്, ഞാൻ ഇന്നേ വരെ ഈ ടൈപ്പ് കണ്ടന്റ് ഇട്ടിട്ടില്ല. പക്ഷെ ഇത് ഗതികേട് കൊണ്ട് ഇടുന്നതാണ്. ഇത് എൻ്റെ വീടിന്റെ ഭാഗത്തുള്ള റോഡാണ്. ഈ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ റോഡ് എങ്ങനെ മുറിച്ച് കിടക്കും കണ്ടോ? ഇതേപോലെ ഇതാണ് ഗതികേട്. ഇതുപോലെ സർക്കസ് കാണിച്ചാല് ഈ റോഡിൽ കൂടെ നമുക്ക് കടന്നു പോവാൻ പറ്റും. ഈ റോഡിൽ എത്ര പേര് വീണിട്ടുണ്ടെന്ന് അറിയാവോ? പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വീഴും. കാരണം ഈ കുളം കണ്ടോ? ഈ കുളത്തിന് എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കൂടെ പറ്റത്തില്ല. ഈ പരിചയമുള്ള ആൾക്കാർ പോലും ഇന്നലെ അവിടെ വീണായിരുന്നു. കാല് നീരൊക്കെയായി ഭയങ്കര പ്രശ്നമായി. കഴിഞ്ഞ ആഴ്ച ഒരാൾ വീണ് അയാളുടെ ഫോണെല്ലാം ഈ ചെളിവെള്ളത്തിൽ പോയി അത് ചീത്തയായി. ഇതാണ് അവസ്ഥ ഇപ്പോഴത്തെ. ഒരു 5-6 വർഷമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ഇലക്ഷന് വോട്ട് ചോദിക്കാനായിട്ട് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റും നേരത്തെ വാർഡ് മെമ്പറും ആയിരുന്ന വ്യക്തി ഇവിടെ വോട്ട് ചോദിച്ചു വന്ന സമയത്ത് നന്നായിട്ട് നാട്ടുകാർ ഈ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം അത് ചെവി കൊണ്ടില്ല, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും ഈ റോഡ് ടാർ ചെയ്ത് കിട്ടുമെന്നോ അങ്ങനെ ഒരു പ്രതീക്ഷയും സത്യം പറഞ്ഞാൽ ഇല്ല. എന്നാലും നിങ്ങൾ കണ്ടിരിക്കുക ഞങ്ങളുടെ ഗതികേട്. കണ്ടോ ഈ വഴി എങ്ങനെയാണ് പോവുക? ചിലപ്പോ നിങ്ങൾക്ക് തോന്നാം ഇതൊരു ചെറിയ റോഡല്ലേ, പഞ്ചായത്തിന്റെ ചെറിയ റോഡല്ലേ, ഈ വഴി അധികം വണ്ടിയൊന്നും പോകത്തില്ലല്ലോ, അങ്ങനെ തോന്നാം. പക്ഷേ ലോറി, സ്കൂൾ ബസ് മുതൽ ചെറിയ വണ്ടികൾ വരെ ഈ റോഡ് വഴി പോകുന്നതാണ് സ്ഥിരം. കാൽനട യാത്രക്കാര് എങ്ങനെ ഈ വഴി പോകും? ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ റോഡിന് എന്തെങ്കിലും ഒരു പരിഹാരം, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഈ വഴി ഇപ്പോ വണ്ടിയൊന്നും പോകാൻ കഴിയില്ലല്ലോ, ഒബ്വിയസ്ലി. പക്ഷെ എന്നാലും ആൾക്കാർ സർക്കസ് കാണിച്ച് ഈ വഴി പോവുകയും ചെയ്യും, വീഴുകയും ചെയ്യും. എന്ത് കഷ്ടമാണെന്നറിയാവോ? അത്രയും ബുദ്ധിമുട്ടിലൂടെയാണ് ഈ പ്രദേശവാസികൾ കടന്നു പോകുന്നത്. ഞാനടക്കം ഉള്ള ആൾക്കാര് പലതവണ ഈ വഴി വീഴാൻ പോയിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ആ വഴി ഇപ്പൊ നല്ല തെന്നി വീഴുന്ന തരത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴിയും ഇപ്പോ അങ്ങനെയും പോവാൻ പറ്റത്തില്ല. ഈ വേൾഡ് മാപ്പ് പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് ഒരു പഞ്ചായത്തിന്റെ റോഡാണ്. ഈ വഴി നേരെ പോയ നാഷണൽ ഹൈവേ ആണ്. പല വലിയ വണ്ടി മുതൽ ചെറിയ വണ്ടി വരെ സ്ഥിരം പോകുന്ന വഴിയാണിത്. ആ വഴിയുടെ അവസ്ഥ, ഈ വഴി എങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് കുറെ വർഷമായിട്ട് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. എല്ലാ പ്രാവശ്യവും ഈ പഞ്ചായത്തിൽ ജയിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ അത്രയും വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്, ഒരു ഗതിയുമില്ല. ടാർ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നേ വരെ ഒരു നടപടിയും ഈ പറയുന്ന ആള് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴത്തെ വാർഡ് മെമ്പർ പവിത്ര രാജൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവർക്ക് എന്തായാലും വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇത്രയും ശോചനീയമായിട്ട് കിടക്കുന്ന ഒരു റോഡിന്റെ അവസ്ഥ എന്തായാലും അവരുടെ കീഴിലാണല്ലോ, അവർക്ക് എന്തായാലും അറിയായിരിക്കും. ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ കോണ്ടന്റ് എടുത്തിട്ടില്ല. പക്ഷെ ഗതികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു കോണ്ടന്റ് എടുത്തത്. പിന്നെ ആ നടു റോട്ടിൽ നിന്നുകൊണ്ട് എന്ത് പറയണോ എങ്ങനെ പറയണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവസ്ഥയാണ് അങ്ങനെ പറയിപ്പിച്ചത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നാട്ടുകാരുടെ അവസ്ഥ. ആ റോഡിൽ കൂടെ എങ്ങനെയാണ് പോകുന്നത്?